2015 മുതൽ പാകിസ്ഥാൻ എയർഫോഴ്സിൽ അത് ഏകദേശം ഇത്രത്തോളം, അതായത് 2025 വരെ ഏകദേശം 150 പരം J-17 എയർക്രാഫ്റ്റുകൾ 4.5 ഫിഫ്ത്ത് ജനറേഷൻ, പിന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് AI ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് സക്സസ്ഫുള്ളി ഫ്ലൈ. ഈ വാക്കുകളാണ് ഈ പറയുന്ന എക്സ്പേർട്ടുകൾ ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇതാണ് സത്യം പറഞ്ഞ് ഇന്ത്യ പുറകിലോട്ട് പോയോ മുൻപോട്ട് പോയോ എന്നുള്ളത് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. ഇതൊക്കെ ഇതിൻ്റെ ഓരോ സ്പെസിഫിക്കേഷൻസും ഡീറ്റെയിൽസും നിങ്ങൾ പാകിസ്ഥാൻ മീഡിയയും ഈ പറയുന്നവരും ആ പ്രൊപ്പഗണ്ട ഒന്നും വിശ്വസിക്കേണ്ട. പക്ഷെ ഗ്ലോബലായിട്ടുള്ള പല മിലിറ്ററി എക്സ്പേർട്ടുകൾ ഇതിനെപ്പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് വിശ്വസിച്ചേ മതിയാവത്തുള്ളൂ, കാരണം ഇത് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പം ഞാനത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ റിട്ടയർ ആയ ഒരു എയർ മാർഷലുമായിട്ട് ചോദിച്ചു കഴിയുമ്പോൾ അദ്ദേഹം അത് കൺഫേം ചെയ്ത് പറഞ്ഞു, അവരുടെ കയ്യിൽ ഈ സാധനമുണ്ട്, അത് അഡ്വാൻസ്ഡ് ആണ്, അത് ചൈനീസ് ടെക്നോളജിയാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടും കൂടെ പറയും. ഇതെങ്ങനെയാണ് ഇവർ ഡെവലപ്പ് ചെയ്തത്, ഇതിനെപ്പറ്റി ചരിത്രം നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്കറിയാം 1971 വാറിൽ ബേസിക്കലി ഇന്ത്യയുടെ ഏറ്റവും ഗ്ലോറിയസ് ടൈമാണ്, ഗ്ലോറിയസ് വാറാണ്. നമ്മൾ വല്ലാത്ത രീതിയിൽ പാകിസ്ഥാനെ തകർത്തടിച്ച് ഉഗ്രക്കളഞ്ഞ അമേരിക്കൻ സപ്പോർട്ടും പാകിസ്ഥാന് കിട്ടിയിട്ട് പോലും. അപ്പം അതിൻ്റെ 50ാം വാർഷികം നമ്മളിപ്പോഴും ആഘോഷിച്ചതേ ഉള്ളൂ. വളരെയധികം മലയാളികളും ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ അവരുടെ ഈ പറയുന്ന ജോയിൻ്റ് ആയിട്ട് പാകിസ്ഥാനും ചൈനയും കൂടെ ചേർന്ന് ഈ ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നത്, അതായത് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് 1980-ലായിരുന്നു. പിന്നീട് നടക്കാതെ പോയി, കാരണം പാകിസ്ഥാൻ്റെ പണമില്ല. പിന്നെ ചൈന അതിന് ഫണ്ട് ചെയ്തു അവർ പല രീതിയിൽ ഓരോ F-7 F-8 എന്നൊക്കെ പറഞ്ഞ പല പ്രോജക്റ്റുകളും പല പ്രോട്ടോടൈപ്പ് സംഭവങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇതൊന്നും സക്സസ് ആയില്ല. അവസാനം 2005-ലാണ് ബേസിക്കലി ഇവർ സക്സസ് ആകാതിൻ്റെ പല കാര്യങ്ങളുണ്ട്. അതായത് ന്യൂക്ലിയർ ടെസ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ, പാകിസ്ഥാൻ ചെയ്ത് കഴിയുമ്പോൾ അമേരിക്കൻ സാങ്ഷൻ വന്നു. അമേരിക്കൻ എക്യുപ്മെൻറ്റ്സ് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് മറ്റു പല സാധനങ്ങളും, ഈ ഫൈറ്ററുമായിട്ട് ബന്ധപ്പെട്ട പല സാധനങ്ങളും, പിന്നീടത് ചൈനയും പാകിസ്ഥാനും കൂടെ ജോയിൻ്റ് ആയിട്ട് ഈ സാധനം, അതായത് J-17 എന്ന് പറഞ്ഞ സാധനം പല രീതിയിൽ ടെസ്റ്റ് ട്രയൽസ് അതും ഇതുമെല്ലാം നടത്തി ഇവരത് സക്സസ്ഫുള്ളി ട്രയൽസ് നടത്തി ഇത് ഡെവലപ്പ് ചെയ്തു. ഇതാണ് അതിൻ്റെ കാര്യം.